കാര്യമായിട്ടിരുന്നോ കൈക്ക് കുഴപ്പമില്ല നേരം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ കില്ലിന് ശേഷം മാർക്കോ എന്നാണ് നമുക്ക് പറയാം. ദ മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം. സൂപ്പറായിട്ട് ഒന്നും പറയാം. ഒരു കില്ലായിരുന്നു. അവസാനം ഒരു KGF ലെവലിലൊക്കെ ഒരു ഇന്റർനാഷണൽ ലെവലാണ് പടം. സെക്കൻഡ് പാർട്ട് സൂപ്പർ ഫിലിം ഒന്നും പറയാനില്ല. കുറച്ച് വയലൻസ് ഉണ്ട്, ക്ലൈമാക്സിൽ കുറച്ച് വയലൻസ് ഉണ്ട്, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കണ്ടിരിക്കാം. പക്ഷേ പടത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ലെവലാണ് പടം എടുത്തിരിക്കുന്നത്. ഒരു മലയാളം സിനിമ ഇൻ്റർനാഷണൽ ലെവലിൽ എടുക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ഇത് തന്നെയാണ്. ഒരു രക്ഷയില്ല സംഭവം. ക്രിസ്മസ് തൂക്കി തന്നെ പറയാം. വേറെ പടങ്ങളുണ്ടല്ലോ, മലയാളം സിനിമ വേറെയും ഉണ്ടല്ലോ. ഇതിൻ്റെ ഫാമിലി വാച്ചബിൾ ആണ്. ഒരു വയലൻസ് ഉണ്ട്, വയലൻസ് ലാസ്റ്റാണ്. അതായത് പടത്തിൻ്റെ ക്ലൈമാക്സിൽ കുറച്ച് വയലൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല പടം. ഒരു പടത്തിനോട് സൂപ്പർ സ്റ്റാർ എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റോളുണ്ട്, ഒരു പടം കൊണ്ട് ഹിറ്റാണ് സൂപ്പർ സ്റ്റാറാണ് സൂപ്പർ സ്റ്റാർ. ഒരു പടത്തിനോട് ഹിറ്റായ സൂപ്പർ സ്റ്റാർ ആകാൻ പറ്റത്തില്ല. സൂപ്പർ സ്റ്റാറാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ. അത് പ്രേക്ഷകർ സ്വീകരിച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ലേഡി സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ. എന്ത് സൂപ്പർ സ്റ്റാർ? ചുമ്മാ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന സൂപ്പർ സ്റ്റാർ അങ്ങനെ അങ്ങ് സൂപ്പർ സ്റ്റാർ കിട്ടത്തില്ല. അത് ജനങ്ങളും എടുത്ത് കൊടുക്കുന്നൊരു പദവി പോലെ അതിൻ്റെ ഒരു അങ്ങനെ സൂപ്പർ അങ്ങനെ ആകാൻ പറ്റത്തില്ല. നമുക്ക് ഓഡിഷന് രക്തചന്ദ്രമല്ല, ഞാൻ ബീട്രൂട്ട് മിക്സിയിലിട്ട് അടിച്ച് അരച്ച് പഞ്ചാരയിട്ട് അടിച്ച് കളിച്ചടിച്ചിരിക്കുന്നത്.